സങ്കീർണതയുള്ളവയുണ്ട്, ലഘുവായവയുണ്ട്. ലഘുവായ വൈകല്യങ്ങളാണ് നമ്മൾ സാധാരണ കുട്ടികളിൽ നിന്ന് ജന്മനായുള്ള കണ്ടുപിടിക്കാതെ അത് വളർന്ന് മുതിർന്നവരിലേക്ക് പോകുന്നത്. സങ്കീർണതയുള്ള ഹൃദ്രോഗങ്ങളിൽ കുട്ടികളിൽ നമുക്ക് ജന്മനാ തന്നെ ഒരു സിംറ്റംസ്, അതായത് ഒരു രോഗലക്ഷണങ്ങൾ കണ്ടെത്താൻ പറ്റും. ആ രോഗലക്ഷണങ്ങളിൽ പ്രധാനമായിട്ടുമുള്ളത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു ടെട്രോളജി ഓഫ് ഫാലോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓക്സിജൻ കുറഞ്ഞു പോകുന്ന അവസ്ഥയിലുള്ള രോഗങ്ങളാണ്. പിന്നെ ട്രാൻസ്മിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്ന് പറയുന്ന രക്തക്കുഴലുകൾ സ്ഥാനം തെറ്റിയിരിക്കുന്ന രീതിയിലുള്ള കഞ്ചനൽ ഹാർട്ട് ഡിസീസ്, അതായത് ജന്മനായുള്ള വൈകല്യങ്ങൾ. ഇവ രണ്ടും അതിസങ്കീർണവും ജന്മന തന്നെ കണ്ടെത്തപ്പെടേണ്ടതും ഏർലി തന്നെ സർജറിയാൽ ചികിത്സിക്കപ്പെടേണ്ടതുമാണ്. ഇവയിൽ സങ്കീർണമല്ലാതെ ലഘുവായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഭിത്തികളിലുള്ള സുഷിരങ്ങൾ, അതായത് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറയിലുള്ള സുഷിരങ്ങൾ, വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്, അഥവാ ഹൃദയത്തിൻ്റെ താഴത്തെ അറയിലുള്ള സുഷിരങ്ങൾ, വാൽവിൻ്റെ ചുരുക്കം, വാൽവിൻ്റെ ലീക്ക്, ഇവയൊക്കെ നമ്മൾക്ക് കുട്ടി വളരുന്നതിൻ്റെ കൂടെ ഈ രോഗങ്ങളും നമുക്ക് ഓരോ സിംറ്റംസ് വഴി മനസ്സിലാക്കാവുന്നതാണ്. പ്രധാനമായും ഇത്തരം സിംറ്റംസ് കുട്ടികളിൽ തടസ്സം അനുഭവപ്പെടുക, നടക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക, കുട്ടികളിൽ അമിതമായ ശ്വാസോച്ഛ്വാസന നിരക്ക് കൂടുക, ഇവയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ടുള്ളത്. ഇപ്പോൾ ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങൾ ഏകദേശം 1000 കുട്ടികൾ ഇന്ത്യയിൽ ജനിക്കുന്നുണ്ടെങ്കിൽ 9 കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളതാണ് കണക്ക്. ഇതിൽ ലഘുവായ ഹൃദയ വൈകല്യങ്ങളുണ്ട്, അതായത് സങ്കീർണത കുറഞ്ഞവ. അവ ചികിത്സ പ്രധാനമായും നമ്മൾ ഒരു ഇൻ്റർവെൻഷൻ കത്തീഡ്രൽ ചികിത്സകളിലൂടെയാണ് അത് പരിഹരിക്കുക. എന്നാൽ സങ്കീർണത കൂടിയ ഹൃദയ വൈകല്യങ്ങൾ പ്രധാനമായും ശസ്ത്രക്രിയ വഴിയാണ് പരിഹരിക്കുക. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് ചികിത്സകളിൽ വ്യത്യാസമില്ല. ഇത് ഹൃദയത്തിൻ്റെ ഏത് തരത്തിലുള്ള വൈകല്യമാണ് എന്നതിനെ സംബന്ധിച്ചാണ് ചികിത്സ തീരുമാനിക്കപ്പെടുക. ഇതിൽ കുട്ടികൾക്ക് സാധാരണ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഹാർട്ടിൻ്റെ വൈകല്യങ്ങൾ പ്രധാനമായും ഹൃദയത്തിൻ്റെ സുഷിരങ്ങളാണ്. ഇതിൽ ഹൃദയത്തിൻ്റെ താഴത്തെ അറയിലുള്ള സുഷിരം വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. ഇതിൽ ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറയിലുള്ള ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റും ഇതിൻ്റെ കൂടെ തന്നെ വളരെയധികം കാണാറുണ്ട്. ഇവ രണ്ടും ജന്മനാൽ കണ്ടുപിടിക്കപ്പെടാതെയും പോകാറുണ്ട്. ഇവ കുട്ടികൾക്ക് ആദ്യത്തെ 1-2 വർഷം അധികം പ്രശ്നം ഉണ്ടാക്കാറില്ല. അത് വളരെ ചെറിയ സുഷിരങ്ങളാണെങ്കിൽ, സുഷിരത്തിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് കുട്ടികൾക്ക് സിംറ്റംസും ഉണ്ടാവാറുണ്ട്. പ്രധാനമായും തടസ്സവും ആഹാരം കഴിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുമായിട്ടാണ് വളരെ ചെറിയ കുട്ടികൾക്ക് നമ്മളത് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇതിൽ ചികിത്സകൾ എന്ന് പറയുന്നത് ലഘുവായ ഹൃദയ വൈകല്യങ്ങളാണെങ്കിൽ അവയ്ക്ക് കത്തീഡ്രൽ ചികിത്സകളാണ് ഇപ്പോൾ ആധുനികമായി നമ്മൾ നൽകപ്പെടുന്നത്. ഈ കത്തീഡ്രൽ ചികിത്സകൾ വളരെ ലഘുവായതും വളരെ കുറഞ്ഞ ഹോസ്പിറ്റൽ സ്റ്റേ മാത്രമേ ഇതിനാവശ്യപ്പെടുന്നുള്ളൂ. ഇത് പ്രധാനമായും കാലിലെ ഞരമ്പിലുള്ള രക്തക്കുഴലിലൂടെ കത്തീഡ്രൽ കടത്തിവിട്ട് ഹൃദയത്തിൻ്റെ സുഷിരങ്ങൾ ഒരു ഡിവൈസ് തെറാപ്പി, ഒരു ഡിവൈസ് വെച്ച് അത് ക്ലോസ് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇതിന് 2 ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൽ നമ്മൾ നെഞ്ച് തുറക്കുകയോ ഹൃദയത്തിൽ ഓപ്പറേഷനുകളോ ഒന്നും തന്നെ ഈ ലഘുവായ സുഷിരങ്ങളുടെ ചികിത്സയ്ക്ക് ചെയ്യുന്നതല്ല. ഇത് ഏത് ഏജിലും നമുക്ക് ചെയ്യാവുന്നതാണ്. യൂഷ്വലി കുട്ടികളുടെ ഭാരം ഒരു 15 കിലോയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിലും അതിനുശേഷം ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് കണ്ടെത്തിയാൽ നമുക്ക് ഈ കത്തീഡ്രൽ തെറാപ്പിയിലൂടെ ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണ്. എന്നാൽ സങ്കീർണത കൂടിയ ഹൃദയ വൈകല്യങ്ങളിൽ നമുക്ക് ഈ ഒരു കത്തീഡ്രൽ ചികിത്സയുടെ ഒരു ലിമിറ്റഡ് ആണ്. അതിന് കൂടുതലായും സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ അതിന് മൊത്തമായി ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റില്ലെങ്കിലും കത്തീഡ്രൽ ചികിത്സ അതിൻ്റെതും ഒരു പാർട്ടായിട്ട് നമ്മളിപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട്. ജന്മനായുള്ള വൈകല്യങ്ങൾ ഇപ്പോഴുള്ള ചികിത്സയുടെ അത്യാധുനിക രീതി കൊണ്ട് നമുക്ക് പൂർണ്ണമായും തന്നെ ഏകദേശം 90% ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഈ ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങൾ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് നോർമൽ സാധാരണ രീതിയിലുള്ള ജീവിതം സാധ്യമാണ്. അവർക്ക് കളിക്കുന്നതിനോ സ്കൂളിൽ പോകുന്നതിനോ പഠിക്കുന്നതിനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. ഭാവിയിലേക്കുള്ള ജീവിതവും അവർക്ക് വളരെ പ്രത്യാശകൾ നിറഞ്ഞതായിരിക്കും. എന്നാൽ സങ്കീർണത കൂടിയ ഹൃദയ വൈകല്യങ്ങൾ ജന്മന തന്നെ കണ്ടെത്തുകയും അവർക്ക് ഹൃദയ ശസ്ത്രക്രിയ മൂലം പരിഹാരം കണ്ടെത്തുകയും ചെയ്തതിലും 90% കുട്ടികളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനും തടസ്സമുണ്ടാവുകയില്ല. എന്നാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹൃദയ വൈകല്യങ്ങൾ
പാർഷ്യൽ കറക്ഷനുള്ള സർജറി മാത്രമുള്ള, പാലിയേറ്റീവ് സർജറീസ് മാത്രമുള്ള ഹൃദയവൈകല്യങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ഒരു റെസ്ട്രിക്റ്റഡ് ലൈഫ് സ്റ്റൈൽ വേണ്ടി വരുന്നത്. കുട്ടികളുടെ ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങൾ മാതാപിതാക്കൾക്ക് തന്നെ കണ്ടെത്താവുന്നതാണ്. അതായത് കുട്ടികൾക്ക് നീലനിറമാകുകയോ, കളിക്കുമ്പോഴോ ഓടുമ്പോഴോ നീലനിറമാകുകയോ, അല്ലെങ്കിൽ മുലയൂട്ടുന്ന സമയത്ത് കുട്ടികൾക്ക് പാൽ മൊത്തമായി വലിച്ച് കുടിക്കാൻ പ്രയാസം വരികയോ, തല വിയർക്കുകയോ, വെയിറ്റ് അധികമായി കൂടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു കുട്ടി, 1.5 വയസ്സ് താഴെയുള്ള കുട്ടിയാണെങ്കിൽ അതിനൊരു ഹൃദയവൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുകയും ECG, എക്കോ എന്നീ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതുമാണ്. ഹൃദയവൈകല്യങ്ങൾ കണ്ടെത്തി അതിനെ പൂർണ്ണമായും ചികിത്സിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങൾ ഹൃദയത്തിലെ സുഷിരങ്ങൾ കൂടാതെ വാൽവുകൾ, ഹൃദയത്തിലെ 4 വാൽവുകളാണുള്ളത്. ഈ വാൽവുകൾക്ക് ചുരുക്കമോ ലീക്കുകളോ ആയിട്ട് വരാം. അതല്ലെങ്കിൽ ഹൃദയത്തിലെ മഹാധമനികളായ അയോട്ട, പൾമണറി ആർട്ടറി എന്നിവയിൽ ചുരുക്കമായോ വീക്കമോ ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രധാനമായും കണ്ടുപിടിക്കപ്പെടുന്നത് എക്കോ ടെസ്റ്റ് വഴിയാണ്. ഈ എക്കോ ടെസ്റ്റിൽ വാൽവിൻ്റെ ചുരുക്കം കണ്ടെത്തി അത് ചികിത്സിക്കപ്പെടേണ്ട തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെ ഒരു പ്രധാനമായും വാൽവ് ചികിത്സകൾക്ക് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയി ബലൂൺ ചികിത്സകൾ അവൈലബിൾ ആണ്. ബലൂൺ ചികിത്സകൾ മെയിൻലി ചുരുങ്ങിയ വാൽവുകൾ ബലൂൺ ഉപയോഗിച്ച് വികസിപ്പിച്ച് അതിൻ്റെ നോർമൽ ഫങ്ഷനിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ മെയിൻലി ഈ ബലൂൺ ചികിത്സ വഴി ചെയ്യുന്നത്. ഇത് പ്രധാനമായും അയോട്ടിക് സിനോസിസ്, കൺജനൈറ്റൽ അയോട്ടിക് സിനോസിസ്, പൾമണറി സിനോസിസ് എന്നീ ഹൃദയധമനികളിലെ വാൽവുകളുടെ ചുരുക്കത്തിനും, മൈറ്റൽ വാൽവ് സിനോസിസ് എന്ന ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഇടതറയിലെ വാൽവിൻ്റെ ചികിത്സയ്ക്കും നമ്മൾ ഇപ്പോൾ വളരെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഹൃദയത്തിൻ്റെ രക്തധമനികളുടെ ചുരുക്കം, അതായത് കൊയാക്ടേഷൻ ഓഫ് അയട്ട, പൾമണറി സിനോസിസ് എന്നിവയ്ക്കും ബലൂൺ ചികിത്സ വളരെയധികം ഫലപ്രദവും വളരെ ഈട് നിൽക്കുന്നതുമായ ഫലങ്ങൾ നൽകുന്നതുമാണ്. എന്നാൽ പ്രായം ഏറിയവരിൽ കാൽസ്യം അടിഞ്ഞുകൂടി വരുന്ന വാൽവ് ചുരുക്കത്തിന് നമ്മൾ പ്രധാനമായും കാലിക്കൂടെ ഉള്ള ടാവി എന്ന് പറയുന്ന ട്രാൻസ്കത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ എന്ന ചികിത്സയാണ് ഉപയോഗിക്കുന്നത്. ഇത് സർജറി ചെയ്യാൻ പറ്റാത്ത വളരെയധികം ഹൈ റിസ്ക്കായി സർജിക്കൽ റിസ്ക് ഉള്ള പേഷ്യൻസിനെയാണ് നമ്മൾ പ്രധാനമായും ഈ ടാവി ചികിത്സകൾക്കായി തിരഞ്ഞെടുക്കുന്നത്. ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങൾ പ്രധാനമായും ഞാൻ പറഞ്ഞുവല്ലോ, ലഘുവായതും സങ്കീർണമായതും. ലഘുവായ വൈകല്യങ്ങളെ നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ കുട്ടിയെ പോലെയുള്ള ജീവിതമാണ് ഈ കുട്ടിക്കുള്ളത്. ബാക്കി ഇൻഫെക്ഷൻ റിസ്ക് ഇവയെല്ലാം എല്ലാവരെയും പോലെ തന്നെ ഈ കുട്ടിക്കും ഈക്വലാണ്. എന്നാൽ സങ്കീർണമായ ഹൃദയവൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഇത് മാതാപിതാക്കൾ വളരെയധികം മനസ്സിലാക്കിയിരിക്കേണ്ടതുമാണ്. സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാതെ ഭാഗികമായി മാത്രം ചികിത്സിക്കപ്പെട്ട സങ്കീർണമായ ഹൃദ്രോഗങ്ങളിലും കുട്ടികൾക്ക് ഇൻഫെക്ഷൻ്റെ സാധ്യതയും പിന്നീടുള്ള ലങ്സിൻ്റെ ന്യൂമോണിയ, പിന്നീടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഇവയുടെ എല്ലാം സാധ്യത വളരെയധികം കൂടുതലാണ്. അതിനാൽ കൃത്യമായുള്ള കുത്തിവയ്പ്പുകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുകയും ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാഹചര്യങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാഹചര്യങ്ങൾ ഇവ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. ജന്മനാള ഹൃദ്രോഗങ്ങൾ പ്രധാനമായും ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ജനിച്ച ഉടനെ തന്നെ ഒരു പീഡിയാട്രീഷ്യൻ്റെ സേവനം ലഭ്യമായിരിക്കും. പീഡിയാട്രീഷ്യൻ്റെ ആദ്യത്തുള്ള ടെസ്റ്റ് പരിശോധന തന്നെ പ്രാധാന്യമുള്ള സങ്കീർണ ഹൃദ്രോഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ആ പീഡിയാട്രീഷ്യൻ ഒരു കുട്ടിയെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഹൃദ്രോഗമുണ്ടെന്ന് അദ്ദേഹത്തിന് സംശയം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ ECG, എക്കോകാർഡിയോഗ്രാം എന്നീ ടെസ്റ്റുകൾക്ക് വിധേയമാക്കി ഹൃദ്രോഗം എന്താണെന്ന് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഈ പീഡിയാട്രീഷ്യൻ അവൈലബിൾ അല്ലാത്ത ആശുപത്രികളിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുത്തിവയ്പ്പുകൾ എടുക്കുന്ന സമയത്ത് പീഡിയാട്രീഷ്യനെ കണ്ട് സ്ക്രീൻ ചെയ്യാവുന്നതാണ്. എന്നാൽ ആശുപത്രികളുമായി യാതൊരു ബന്ധവുമില്ലാതെ നടക്കുന്ന ഡെലിവറികൾക്ക് കുട്ടികളുടെ ആ ഒരു സിംറ്റം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നാൽ അത് അവർക്ക് ഒബ്സർവ് ചെയ്ത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള ചികിത്സകൾ പിന്നീട് തേടാവുന്നതാണ്. ജന്മനാള ഹൃദയവൈകല്യങ്ങൾ പ്രധാനമായും ക്രോമസോമുകളുടെ അബ്നോർമാലിറ്റി, മാതാപിതാക്കൾക്ക് ജന്മനാള ഹൃദയവൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത ഇവയൊക്കെ 10 മുതൽ 15% വരെ കൂടുതലാണ്. എന്നാൽ അച്ഛനും അമ്മയ്ക്കും യാതൊരു ഹൃദയവൈകല്യങ്ങളും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് ഹൃദയവൈകല്യങ്ങൾ വരാവുന്നതുമാണ്. ഇതിൽ പ്രധാനമായും ഗർഭകാലത്തുള്ള ആദ്യ സമയത്ത് വരുന്ന ഇൻഫെക്ഷൻസ് ചില ഹൃദയത്തിലുള്ള സുഷിരങ്ങൾക്ക് കാരണമായേക്കാം. ചില ജനിതക വൈകല്യങ്ങളുള്ള കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഹൃദയവൈകല്യങ്ങളുണ്ടാകാം.
മാതാപിതാക്കൾക്ക് സങ്കീർണമായ ഹൃദ്രോഗങ്ങളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഹൃദ്രോഗം ഉണ്ടാകാവുന്നതാണ്. പ്രധാനമായും സ്ത്രീകളുടെ ജന്മനാ ഹൃദയവൈകല്യങ്ങൾക്ക് ഒരു പ്രാധാന്യം നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളത് അവർക്ക് പിന്നീട് വിവാഹം കഴിച്ച് വിവാഹിക ജീവിതം മുന്നേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, കുട്ടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ, സങ്കീർണമായ ഹൃദയവൈകല്യങ്ങളും ലഘുവായ ഹൃദയവൈകല്യങ്ങളും. ലഘുവായ ഹൃദയവൈകല്യങ്ങളുള്ള സ്ത്രീകൾക്ക് എല്ലാവരെയും നോർമലായിട്ട് ഡെലിവറി എല്ലാം സാധ്യമാണ്. എന്നാൽ സങ്കീർണമായ ഹൃദയവൈകല്യങ്ങൾ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റാവുന്നതാണ്. സർജറി വഴി പൂർണ്ണമായും റിപ്പയർ ചെയ്യാവുന്ന ഹൃദയവൈകല്യങ്ങളാണെങ്കിൽ ഇവർക്ക് പിന്നീടുള്ള ജീവിതവും വൈവാഹിക ജീവിതവും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ പാലിയേറ്റീവ് ആയിട്ടുള്ള സർജറി ചെയ്ത ആൾക്കാർക്ക് വളരെ ഒരു ഡോക്ടറുടെ അഭിപ്രായത്തോടു കൂടി മാത്രമേ വൈവാഹിക ജീവിതവും പിന്നീടുള്ള പ്രസവ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതിനും എല്ലാം പാടുള്ളൂ.